കേന്ദ്ര ഏജൻസികൾക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. അന്വേഷണ ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റും റെയ്ഡും ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നടപടി. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. ശരത്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? നികേഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര ഏജൻസികൾ സ്പെസിഫിക്കായി നടത്തുന്ന ചില നടപടികളിൽ ഇടപെടുന്നതിന് നിയമപരമായും ഭരണഘടനാപരമായും ചില പരിമിതികളുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ചില വിഷയങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ അന്വേഷണം പരിശോധന വളരെ ഊർജിതമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡിയുടെ അറസ്റ്റ് വരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ 2 ദിവസം മുൻപ് CBI സംഘം 1 ദിവസം നീളുന്ന വിശദമായ പരിശോധനയും നടത്തുകയും ചെയ്തു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി നടത്തുന്ന പരിശോധന അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തന്നെ അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ച് ഇന്ത്യ സഖ്യം പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള സാധ്യത പരിശോധിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രത്യേക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമപരമായി പരിമിതികളുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പക്ഷപാതം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. അത്തരം സാധ്യതയാണ് പരിശോധിക്കുന്നത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു മാർഗനിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. വിവേചനരഹിതമായി പ്രവർത്തിക്കണമെന്നും അത് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ, അവരെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ കൂടി നൽകണമെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. മധ്യപ്രദേശിൽ ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു മാർഗനിർദ്ദേശം ഇറക്കിയത്. സമാനമായ രീതിയിൽ ഇത്തവണയും മാർഗനിർദ്ദേശം ഇറക്കണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം ഗൗരവമായി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ.